രക്തസമ്മർദ്ദം പരിശോധിക്കുന്നത് വീട്ടിൽ വെച്ചാണോ? തെറ്റിപ്പോകരുത്. ഈ കാര്യങ്ങൾ കൃത്യമായും അറിഞ്ഞിരിക്കണം. ഹൈപ്പർ ടെൻഷൻ ഉൾപ്പെടെ പല ആരോഗ്യ പ്രശ്നങ്ങളെയും കുറിച്ച് മുന്നറിയിപ്പ് ലഭിക്കുന്നതിന് രക്തസമ്മർദ്ദം തുടർച്ചയായി നിരീക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. നേരത്തെ അറിയാതെ പോയാൽ പക്ഷാഘാതം, ഹൃദയാഘാതം പോലുള്ള സങ്കീർണതകളിലേക്ക് ഉയർന്ന രക്തസമ്മർദ്ദം നയിച്ചേക്കാം. ആയതിനാൽ പലപ്പോഴും വീട്ടിൽ തന്നെ രക്തസമ്മർദ്ദം അളക്കേണ്ട സാഹചര്യം പലർക്കും വരാറുണ്ട്. എന്നാൽ ഇതിനെ പറ്റിയുള്ള അറിവില്ലായ്മ കൃത്യമായ രക്തസമ്മർദ്ദം കണ്ടെത്തുന്നതിൽ തടസ്സമുണ്ടാക്കാറുണ്ട്. വീട്ടിൽ തന്നെ രക്തസമ്മർദ്ദം അളക്കുമ്പോൾ ഇനി പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. രക്തസമ്മർദ്ദം അളക്കുന്നതിന് മുമ്പ് മൂത്രമൊഴിച്ച് മൂത്രസഞ്ചി കാലിയാക്കി വെക്കണം. നിശബ്ദമായ ഒരു മുറിയിൽ സുഖപ്രദമായ ഒരു താപനിലയിൽ ഒരു 5 മിനിറ്റെങ്കിലും ഇരുന്ന് റിലാക്സ് ചെയ്തിട്ട് വേണം രക്തസമ്മർദ്ദം അളക്കാൻ. വസ്ത്രങ്ങളുടെ തടസ്സമില്ലാതെ നിങ്ങളുടെ വെറും കൈയിലായിരിക്കണം രക്തസമ്മർദ്ദം അളക്കുന്ന യന്ത്രത്തിന്റെ കഫ് ചുറ്റാൻ. കൈകൾക്ക് പിന്തുണ ലഭിക്കുന്ന രീതിയിൽ മേശപ്പുറത്തോ മറ്റോ വെക്കാം. ഹൃദയത്തിന്റെ അതേ ഉയരത്തിൽ തന്നെയായിരിക്കണം ഈ മേശയും ക്രമീകരിക്കേണ്ടത്. കാലുകൾ നിലത്ത് ശരിയായി കുത്തിവെക്കാനും പുറം ഭാഗം കസേരയിൽ ചാരിയിരിക്കാനും ശ്രദ്ധിക്കണം. 1 മിനിറ്റിന്റെ ഇടവേളയിൽ 2 റീഡിങ്ങുകൾ എടുക്കാവുന്നതാണ്. രക്തസമ്മർദ്ദം അളക്കുമ്പോൾ കാലുകൾ പിണച്ചു വെച്ചിരിക്കരുത്. ഇത് രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കും. രക്തസമ്മർദ്ദം അളക്കുന്നതിന് മുമ്പ് കാപ്പി കുടിക്കാൻ പാടില്ല. രക്തസമ്മർദ്ദം അളക്കുന്നതിന് മുമ്പ് പുകവലിക്കാനും പാടില്ല. ഇതും അളവിൽ വ്യത്യാസം ഉണ്ടാക്കും. തുടർച്ചയായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നതും കൃത്യമായ രക്തസമ്മർദ്ദം അളക്കാൻ സഹായിക്കുകയില്ല. കുറച്ചു നേരം മിണ്ടാതിരിക്കാനും ശ്രദ്ധിക്കണം. 7 ദിവസത്തേക്ക് രാവിലെയും വൈകുന്നേരവും റീഡിംഗ് എടുത്ത് കുറിച്ചു വെക്കേണ്ടതാണ്. തുടർന്ന് ഈ റീഡിങ്ങുകൾ നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടർക്ക് നൽകേണ്ടതാണ്. റീഡിങ്ങുകളുടെ അടിസ്ഥാനത്തിൽ സ്വന്തമായ തീരുമാനങ്ങളിലേക്ക് എടുത്ത് ചാടരുത്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാത്ത മരുന്നുകൾ കഴിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.